ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ നോമ്പൊക്കെ ഏറെക്കുറെ കഴിയാനായി തുടങ്ങിയല്ലേ. ഇപ്പോൾ ഇവിടെ 21st നോമ്പാണിന്ന്. ആൻഡ് നന്നായിട്ട് പോണു. സോ ഇനി ആകെ കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്ന് നമുക്ക് ഇതിനുള്ള ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം, ലൈക്ക് ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് പുറത്തിറങ്ങിയതാണ്. ആൻഡ് നമുക്ക് ആസ് യൂഷ്വൽ ഞങ്ങൾക്ക് കിച്ചണർ ഭാഗത്തോട്ട് പോകണം. ബിക്കോസ് നമ്മുടെ ഭാഗത്ത് ഇറ്റ്സ് ക്വൈറ്റ് എക്സ്പെൻസീവ്, തിങ്സ് ആർ ക്വൈറ്റ് എക്സ്പെൻസീവ്. ഇവിടെ ഇപ്പോൾ സ്പ്രിങ് സ്റ്റാർട്ടായി. അതായത് വിൻ്ററിനോട് നമ്മൾ ഒഫീഷ്യലി ഗുഡ് ബൈ പറഞ്ഞു. സോ ഇനി അധികം സ്നോ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാലാവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മൾ അത് കണ്ടില്ലേ, ആ വെള്ളമൊക്കെ ആക്ച്വലി സ്നോ മെൽറ്റ് ആയതാണ്. അതൊക്കെ ഫീൽഡുകളാണ് കേട്ടോ. ഫുൾ ഇത് അങ്ങനത്തെ ഒരു ഏരിയ ആണ്. ഫുൾ ഫീൽഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ആൻഡ് നല്ല രസമുണ്ടായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം ഒഴുകിപ്പോയിട്ട് നല്ല ഒഴുകിപ്പോകുന്ന പോലെ ആയിട്ടൊക്കെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വ്യൂ കാണുന്നത്. ആൻഡ് നല്ല സണ്ണി ബ്രൈറ്റ് ഡേ ആയിരുന്നു. ശരിക്കൊരു സമ്മർ വൈബായിരുന്നു കേട്ടോ. കുറേ കാലമായി ഇങ്ങനത്തെ ഒരു വൈബ് നമുക്ക് കിട്ടിയിട്ട്. കഴിഞ്ഞ 4 മാസങ്ങളായിട്ട് നല്ല അടിപൊളി സ്നോയും ഭയങ്കര മഞ്ഞും തണുപ്പൊക്കെ ആയിരുന്നു. അങ്ങനെ എന്തായാലും പുതിയൊരു കാലാവസ്ഥ കാണാനായിട്ട് പോണു. സോ സ്പ്രിങ് ഞാനിവിടെ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. ആൻഡ് പോകുന്നത് കണ്ടോ, ആ കുതിരവണ്ടിയൊക്കെ, അതൊക്കെ ഇവിടുത്തെ ഇൻഡിജിനസ് പീപ്പിളിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ വേ ആണ് ഈ കുതിരവണ്ടി എന്നൊക്കെ പറഞ്ഞാൽ. ആൻഡ് ഇതൊരു കൺട്രി സൈഡാണ് ആക്ച്വലി. അപ്പോൾ നമ്മളിത് ലിസ്റ്റോവൽ ടു കിച്ചണർ പോകുന്ന റോഡാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണിത്. എനിക്ക് തോന്നുന്നു ഇത്രയും കുറേ വണ്ടികളൊപ്പം വരാൻ കാരണം അവർക്ക് ചർച്ചോ അങ്ങനെ എന്തോ ഒരു ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന ഒരു സീനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആൻഡ് ഇവർ നമ്മളെ പോലെ കാർ അങ്ങനത്തെ ഒന്നും ട്രാൻസ്പോർട്ടേഷനായിട്ട് യൂസ് ചെയ്യുന്നില്ല. കണ്ടില്ലേ, എല്ലാവരും കൂടെ ഇറങ്ങുന്നുണ്ട് അവിടെ നിന്ന്. അങ്ങനെയൊക്കെ. അപ്പോൾ ഇവർക്ക് കാറൊന്നും യൂസ് ചെയ്യില്ല. ഇവരുടേതായുള്ള ഇതുപോലത്തെ ഡ്രസ്സിങ് ആയിക്കോട്ടെ, ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെ പണ്ടത്തെ അവരുടെ രീതികൾ തന്നെ ഫോളോ ചെയ്തു പോകുന്ന ആൾക്കാരാണ്. കഥ പറഞ്ഞ് എവിടെയോ എത്തി. എന്തായാലും നമ്മളിന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ ഉദ്ദേശിച്ചത് ഫസ്റ്റായിട്ട് നമുക്ക് കൊണസ്റ്റോഗ മോളിലോട്ട് പോകുന്നതാണ് ഉദ്ദേശിച്ചത്. ആൻഡ് നമ്മൾ നേരെ അങ്ങോട്ട് പോയി. എമ്മയുടെ മൂഡ് തീരെ നല്ലതല്ലായിരുന്നു. അപ്പോൾ അവൾ ഭയങ്കര ക്രാങ്കി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ മൂഡൊന്നും ഇല്ലായിരുന്നു. എങ്ങനെയെങ്കിലും ഇത് കഴിഞ്ഞാൽ മതി എന്നായിരുന്നു. പിന്നെ ഇവിടുത്തെ മാൾസൊക്കെ 5-5:30 ആകുമ്പോഴേക്ക് ക്ലോസ് ആകും. അപ്പം അങ്ങനത്തെ ഒരു ഹരിബറിയും കൂടെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. സോ എനിക്ക് എന്തായാലും ഒരു ടീഷർട്ട് കിട്ടി. അതങ്ങനെ നമ്മളവിടെ എടുത്തു. ആൻഡ് നെയിമിനുള്ള ടീഷർട്ട് കിട്ടി. അതൊന്നും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് മോൾ അത്രയും ക്രാങ്കി ആയിരുന്നു. അപ്പോൾ അവളെ നോക്കുന്നതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഇതും കൂടെ ഒന്ന് മാനേജ് ചെയ്യാൻ വയ്യായിരുന്നു. അതാണ് ഉണ്ടായത്. ആൻഡ് അങ്ങനെ എന്തായാലും ആ ഷോപ്പിൽ അർബൻ ബിഹേവിയർ, ഐ തിങ്ക് അവിടെ നിന്ന് എനിക്കൊന്നും അങ്ങനെ കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാത്ത് ആൻഡ് ബോഡിയിൽ പോയി കുറച്ച് എസെൻഷ്യൽസ് ഒക്കെ റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഭയങ്കര ബാത്ത് ആൻഡ് ബോഡീൻ്റെ ഫാനാണ്. എനിക്ക് വലിയ സീനില്ല. എനിക്കതിൻ്റെ ലോഷൻസൊക്കെ എടുക്കുമ്പോൾ ക്രീമാണെങ്കിൽ എനിക്ക് അത്യാവശ്യം മോയ്സ്ചറൈസിങ് ആയിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സ്മെല്ലൊക്കെ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യാറുണ്ട്. ഒരു 2 hours ഒക്കെ എന്തായാലും കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ അധികവും ബാത്ത് ആൻഡ് ബോഡിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് അധികം കളക്ഷൻസ് അവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, കുറേയൊക്കെ എടുത്തു. ആൻഡ് നല്ലതായിരുന്നു. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ആക്ച്വലി. ചില സമയത്ത് ബാത്ത് ആൻഡ് ബോഡിയിൽ പോകുമ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ടാവും. ചില സമയത്താണെങ്കിൽ അധികമൊന്നും ഉണ്ടാവില്ല. നമുക്കങ്ങനെ ഇഷ്ടപ്പെടാനൊന്നും ചാൻസ് ഇല്ല. ബട്ട് ദിസ് ടൈം ഈ ബട്ടർഫ്ലൈ ഒക്കെ ഭയങ്കര നല്ല ഫ്ലേവറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബട്ടർഫ്ലൈ ഒക്കെ. പിന്നെ അതെ, ഇതിൽ ഒരുവിധം എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ buy 3 get 3 ഓഫറാണ് നമ്മൾ ചൂസ് ചെയ്തത്. ചില സമയത്ത് ഇതിന് മുമ്പ് നമ്മൾ മേടിച്ചപ്പോൾ ഇതിലും എക്കണോമിക്കലായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഓഫർ എങ്ങനെയായിരുന്നു, ലൈക്ക് ഓരോന്നും $5 വെച്ചിട്ട് എത്ര 5 എണ്ണം എന്തോ നമുക്ക് എടുക്കാം. അങ്ങനെ എന്തോ ഒരു ഓഫറിൽ നമുക്കിതിന് മുമ്പ് ഭയങ്കര ചീപ്പായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് ദിസ് ടൈം ഇത് നമുക്ക് എല്ലാം കൂടെ ഐ തിങ്ക് ഒരു 65-70 അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് വിത്ത് ടാക്സ്. സോ
പിന്നെ നമുക്ക് എമ്മ രാവിലെ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഭയങ്കര ക്രാങ്കി ആയിരുന്നു. ഇടയ്ക്ക് ചോക്ലേറ്റൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നും കൂടെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് മേടിച്ച് കൊടുത്തു. അതാകുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, കഴിച്ചോളും എന്നൊക്കെ വിചാരിച്ചു. ബട്ട് ഒരു കാര്യം ഉണ്ടായില്ല. അതുമ്മലും ഭയങ്കര ക്രാങ്കിനെസ് ആയിരുന്നു, കഴിച്ചൊന്നുമില്ല. പിന്നെ നമ്മളങ്ങനെ നേരെ വിട്ടു. സോ നമ്മുടെ കാറ് പാർക്ക് ചെയ്തിരുന്ന അത്യാവശ്യം ദൂരത്തിലായിരുന്നു, അതുകൊണ്ട് തന്നെ കുറേ നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നേരെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഓക്കെ ആയിരുന്നു ആ ടീഷർട്ട്, പക്ഷേ നെയ്മിന് എനിക്ക് വീണ്ടും ഒരു ഡ്രസ്സും കൂടെ എടുക്കണം എന്നും പറഞ്ഞിട്ട് എന്നെ പറഞ്ഞയച്ചു. മാർഷൽസിൽ പോയി പിന്നെ നമ്മൾ. അപ്പോൾ ഈ ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് ഇട്ട് നോക്കിയപ്പോൾ ഒരു രസമില്ലായിരുന്നു. അതിൻ്റെ ഫിറ്റിങ് ഇത് പിന്നെ സ്മോൾ സൈസാണ്, ഞാൻ മീഡിയം ആണ് എപ്പോഴും എടുക്കാറ്. അപ്പോൾ സ്മോളാണിത്. പക്ഷേ ഓക്കെയാണ്, ഫിറ്റിംഗ് വൈസ് ഓക്കെയാണ്. പക്ഷെ അത് കുറച്ചൊരു എനിക്കിഷ്ടമല്ലാത്തൊരു ടൈപ്പ് ഒരു ഫിറ്റാണ് അതിന്, അതുകൊണ്ട് ഞാനത് എടുത്തില്ല. പിന്നെ ആസ് യൂഷ്വൽ മാർഷൽസിൽ പോയാൽ പിന്നെ ഹോം സെൻസിൽ കയറാതിരിക്കില്ലല്ലോ. ഹോം സെൻസിൽ ഇങ്ങനത് കണ്ടുകൊണ്ടിരിക്കുക, ഈ ഡെക്കോർ ഐറ്റംസ് കണ്ടുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരുടെയും ഫേവറേറ്റ് ഹോബിയാണ്. എന്ത് ഭംഗിയുള്ള പീസുകളാണെന്നറിയോ ഓരോന്നും. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ആൽബം എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് പ്രിൻ്റ് എടുത്തിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇതുവരെ ഞാനിത് പ്രിൻ്റ് ഔട്ടൊന്നും എടുത്തിട്ടില്ല, ഒന്നും എല്ലാം ഫോണിലാണ്. ഫോണിന് എന്തെങ്കിലും പറ്റിയാൽ അത് പോവും. പിന്നെ ഞാൻ ബാക്കപ്പ് ഓപ്ഷൻസ് കുറേ വെച്ചിട്ടുണ്ട്, സ്റ്റിൽ അങ്ങനെ മിസ്സായി പോകുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭയങ്കര ടയർഡായിരുന്നു. ഞങ്ങൾ നേരെ ഓൺ കോളിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ പാമ്പാലിയിൽ പോയിട്ടുണ്ടായിരുന്നു. പാമ്പാലിയിൽ നിന്ന് കുറച്ച് സ്നാക്കൊക്കെ ഗ്രാബ് ചെയ്തു. ലൈക്ക് പപ്സ് ഉണ്ട്, ചിക്കൻ പപ്സ് ഉണ്ട്, ആൻഡ് എഗ് പപ്സ് ഉണ്ട്, പിന്നെ കട്ട്ലറ്റ് ഉണ്ടായിരുന്നു, ആൻഡ് സമൂസ, അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ ഓൺ കോളിൽ മന്തി ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അപ്പോൾ ബാങ്ക് കൊടുത്തു. സോ പിന്നെ ഓൾറെഡി നമ്മൾ അവിടെ നിന്ന് ഡേറ്റ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഡേറ്റ്സൊക്കെ വെച്ചിട്ട് നമ്മൾ നോമ്പ് തുറന്നു, വെള്ളമൊക്കെ കുടിച്ച്. ആൻഡ് ദിസ് കട്ട്ലറ്റ് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. എനിക്ക് പുറത്തുനിന്ന് പൊതുവേ കട്ട്ലറ്റ് ഇഷ്ടമില്ലാത്തതാണ്. ബിക്കോസ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റൊന്നും പുറത്തുനിന്ന് മേടിക്കുമ്പോൾ കട്ട്ലറ്റിന് ഉണ്ടാവില്ല. അപ്പോൾ ഇത് പക്ഷേ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ആൻഡ് സമൂസ നോട്ട് ബാഡ്, കുഴപ്പമില്ലായിരുന്നു. അത് എമ്മക്ക് വേണ്ടി മേടിച്ചതാണ്, നമ്മൾ സമൂസയെ കഴിക്കുള്ളൂ. പക്ഷേ അവളത് ഇന്നത്തെ ദിവസം മൊത്തത്തിൽ കണക്കിയാണ്, കഴിച്ചില്ല. പിന്നെ ഇതാണ് സ്കൈയുടെ ഒരവസ്ഥ. സ്കൈ കുറച്ചുകൂടെ നേരത്തെ ആണെങ്കിൽ വളരെ ബ്യൂട്ടിഫുള്ളാണ് ഇപ്പോൾ സ്കൈ കാണാനായിട്ട്. നല്ല റെഡ് കളറിൽ നല്ല നല്ല രസമായിട്ടിരിക്കും. അങ്ങനെ നമ്മൾ നീണ്ട 1 hour ജേണിക്ക് ശേഷം വീട്ടിലെത്തി. സോ വീട്ടിലെത്തിയിട്ട് നമ്മൾ ഓൺ കോളിൽ നിന്ന് മേടിച്ച മന്തിയാണിത്. ഷവായ മന്തി ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. 2 ക്വാർട്ടറും ഒരു ഹാഫ് മട്ടൻ മന്തിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ നെയ്മം മട്ടൻ അധികം കഴിക്കില്ല, അതുകൊണ്ട് തന്നെ എമക്ക് പക്ഷേ ഇത് ശീലിപ്പിക്കണം എന്നുള്ളത് നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഇതേപോലെ മട്ടൺ അവളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ആക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മേടിച്ച് കുക്ക് ചെയ്യാറില്ല, ബിക്കോസ് ഞങ്ങൾ കഴിക്കാത്തതുകൊണ്ട് ബാക്കി എന്ത് ചെയ്യും. അതൊക്കെയാണ്. അപ്പോൾ ഞങ്ങളുടെ അന്നത്തെ ദിവസം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. സോ ഇത് കഴിഞ്ഞിട്ട് നമ്മളും ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പോയി കിടന്നുറങ്ങി. നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. സോ ഗായ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.